നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയമുദീരയേത്. ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. വ്യാസം തതോ ജയമുദീരയേത്. നന്ദി സംഗീതത്തിൽ. നമ്മളുടെ സമയം വൈകിപ്പിക്കുന്നില്ല, തുടങ്ങാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായിട്ടും പ്രധാനമായിട്ടും പ്രഭാഷകനെയൊക്കെ സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായി അശ്വതി ജയപ്രകാശ് നിയമന. ശ്രീമതി അശ്വതി ജയപ്രകാശിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വതി ജയപ്രകാശ്, നീലമന ഇല്ലം. നമ്മൾ 2-3 വർഷമായി അഖില കേരള തന്ത്രി സമാജവും അന്തർജന സഭയും നടത്തിവരുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി വൈശാഖ മാസത്തിൽ ദേവി ഭാഗവതം പ്രഭാഷണ പരമ്പര തുടരുകയാണ്. ഇന്നത്തെ പ്രഭാഷണം നടത്തുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ദേശത്തെ അതിയടം ഗ്രാമത്തിലെ 8 നീലമന കേശവൻ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിന്റെയും മകനായ ഈശ്വരൻ നമ്പൂതിരി അവറുകളാണ്. തന്റെ കഴിവുകൊണ്ട് ജ്യോതിഷം, സംസ്കൃത വ്യാകരണം, സിദ്ധാന്ത ജ്യോതിഷം എന്നിവയിൽ MA-യും കാലാവസ്ഥാ ശാസ്ത്രം പ്രാചീന ഗ്രന്ഥങ്ങളിൽ എന്ന വിഷയത്തിൽ PhD-യും അദ്ദേഹം നേടിയിട്ടുണ്ട്. 30ഓളം പ്രബന്ധങ്ങളും 4 പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂടാതെ ജ്യോതിഷ പ്രതിഭാ പുരസ്കാരം, സുബ്ബരാമ ഭട്ടർ സ്മാരക പുരസ്കാരം എന്നിവയും അദ്ദേഹം നേടിയിട്ടുണ്ട്. ജ്യോതിഷ പഞ്ചാംഗ പരിഷ്കരണത്തെ മുൻനിർത്തി കാഞ്ചി ശങ്കരാചാര്യരുടെ പുരസ്കാരവും ആസ്ട്രോ ഗുരു പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട്. തന്ത്രമന്ത്ര ജ്യോതിഷ വിഷയങ്ങളിൽ പാരമ്പര്യമായി അധ്യയനവും നടത്തിയിട്ടുണ്ട്. സംസ്കൃത ഭാരതിയുടെ ക്ഷേത്ര വിദ്വത് പരിഷത്ത് പ്രമുഖ് എന്ന സ്ഥാനവും ഇദ്ദേഹം അലങ്കരിക്കുന്നു. ശ്രീ രാഘവപുരം സഭായോഗം വേദവിദ്യാ പ്രതിഷ്ഠാനം ഡയറക്ടർ കൂടിയാണ് ഇദ്ദേഹം. തൃപ്പൂണിത്തറ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ജ്യോതിഷ വിഭാഗം അധ്യക്ഷനും കൂടിയാണ്. എല്ലാവർക്കും വേണ്ടി ഇദ്ദേഹത്തെ സവിനയം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ശ്രവിക്കാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓം യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു വാഗ്രൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. സർവാദരണീയരായ ജനങ്ങളുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വൈശാഖ മാസത്തിലെ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായ ഈ പരിപാടി ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. ദേവീഭാഗവതം 11ാമത്തെ സ്കന്ധം പ്രഭാഷണം ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എപ്പോഴും ഏകാദശ സ്കന്ധം എന്ന് പറയുമ്പോൾ
അതിവിപുലമായ ഒരു സ്കന്ധമാണ്. 24 അധ്യായങ്ങൾ, അതുപോലെ തന്നെ 1240 പദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥഭാഗം ആണ് ഇന്നത്തെ പ്രഭാഷണ വിഷയം. അപ്പൊ ഈ 24 അധ്യായങ്ങൾ 1240 പദ്യങ്ങൾ പ്രഭാഷണം ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇന്ന് 1 മണിക്കൂറും നാളെ 1 മണിക്കൂറും, അങ്ങനെ 2 മണിക്കൂറാണ്. അപ്പൊ ഇത്രയും വലിയ ഒരു വിഷയം 2 മണിക്കൂർ കൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ ഒരു സംഗതിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം സാമർഥ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം, വാഗ്മിതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് സുസാധ്യമാണ്. പക്ഷെ എന്നെ പോലെയുള്ള ഒരാൾക്ക് അത് എത്രമാത്രം സാധിക്കും എന്നുള്ളതിൽ ഒരുറപ്പുമില്ല. ഏതായാലും ആവുന്നിടത്തോളം നമുക്കിതിൻ്റെ ആശയത്തെ, രത്നച്ചുരുക്കത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട എന്ന് ഞാൻ കരുതുന്ന, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രന്ഥത്തിലെ ഓരോ വരിയും ഓരോ അക്ഷരവും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതില് വളരെ പ്രധാനമെന്ന് എനിക്ക് തോന്നുന്ന ചില ഭാഗങ്ങളെ മുൻനിർത്തിയാണ് പ്രഭാഷണം ചെയ്യാൻ പുറപ്പെടുന്നത്. അത് ഏകാദശ സ്കന്ധത്തിന്റെ ആദ്യത്തെ 2-3 അധ്യായങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമാവുകയും ചെയ്യും. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസം വരെ, 10ാമത്തെ സ്കന്ധം വരെ ദക്ഷസാവർണി മനുവിന്റെ ചരിത്രവും ദേവിയുടെ മാഹാത്മ്യത്തിന്റെ വർണ്ണനയും കൊണ്ട് അവസാനിച്ചു. ആ ദേവിയെ എങ്ങനെയാണ് വേണ്ട വിധത്തിൽ ആരാധിക്കുന്നത് എന്നുള്ള നാരദരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സാക്ഷാത് ശ്രീനാരായണൻ പറയുന്ന ഭാഗമാണ് ഈ 11ാം സ്കന്ധത്തിന്റെ ഉള്ളടക്കം. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പ്രാതഃകൃത്യം, പ്രഭാത കൃത്യം എന്താണ് എന്ന് പറയുകയാണ്. ഭാരതത്തില് ചാതുർവർണ്ണ വ്യവസ്ഥയും ചതുരാശ്രമ വ്യവസ്ഥയും നിലകൊണ്ടിരുന്ന കാലത്ത് ഇന്നും അത് നിലനിൽക്കേണ്ട ആവശ്യകത നമ്മളെ ബോധിപ്പിച്ചുകൊണ്ട് ആണ് ഈ ഭാഗം നമ്മുടെ മുന്നിലുള്ളത്. ഈ പ്രാതകൃത്യത്തില് എന്താണ് പ്രധാനമായിട്ടും നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആചാരമാണ് പ്രധാനമെന്നും ആചാരത്തിന് മൂലം ശ്രുതിയാണെന്നും ശ്രുതി പരമപ്രമാണമായിട്ട് കണക്കാക്കേണ്ടതുണ്ടെന്നും സ്മൃത്യാദികള്, സ്മൃതി, പുരാണം തുടങ്ങിയവ ശ്രുതി വിരോധമല്ലാതെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രമാണമാവൂ എന്നും ബോധിപ്പിക്കലാണ്. അത് കഴിഞ്ഞാൽ 2ാമത്തെ അധ്യായത്തിൽ ശൗചവിധിയാണ്. എങ്ങനെയാണ് ശുദ്ധമാവേണ്ടത്, ശുചിത്വം ഉണ്ടാവേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, ബാഹ്യമായിട്ടുള്ള ശുചിത്വവും ആഭ്യന്തരമായിട്ടുള്ള ശുചിത്വവും ഉണ്ട്. അപ്പൊ ആ വിധാനങ്ങളെ കുറിച്ചാണ് അധ്യായത്തിൽ സാധാരണഗതിയിൽ പറയുന്നുണ്ടാവുക. 3ാമത്തെ അധ്യായത്തിലാവട്ടെ ഈ ബാഹ്യ ശുചിത്വത്തിന് വേണ്ടിയുള്ള സ്നാനവിധി എന്താണെന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആധുനിക ശാസ്ത്ര ഈ നിലയിൽ നമ്മളോട് സംസാരിക്കുന്നതിന് എത്രയോ കാലം മുന്നേ തന്നെ ഇത്തരം വിഷയങ്ങളെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു ഭാഗമാണ്
ഇപ്പൊ സ്നാനവിധി കഴിഞ്ഞാൽ അതിനോട് ചേർത്ത് തന്നെയാണ് രുദ്രാക്ഷധാരണം എന്നുള്ള കാര്യവും പറയുന്നത്. ഈ രുദ്രാക്ഷത്തെ പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രാക്ഷം ധരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ആ രുദ്രാക്ഷത്തെ കുറിച്ചാണ് പിന്നെ പറയേണ്ടത്. അതുകൊണ്ട് 4-ാമത്തെ അധ്യായത്തില് രുദ്രാക്ഷങ്ങളും രുദ്രാക്ഷങ്ങളുടെ വകഭേദങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് വിസ്തരിച്ച് പറയുന്നു. അത് കഴിഞ്ഞാൽ 5-ാമത്തെ അധ്യായത്തില് ജപമാല, പ്രാതകൃത്യത്തില് ജപം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജപിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ജപമാലാക്രമം എന്താണ്, അതിന്റെ സംവിധാനം എന്താണ്. 6-ാമത്തെ അധ്യായം വളരെ പ്രസിദ്ധമായ രുദ്രാക്ഷ മാഹാത്മ്യം എന്നുള്ളതാണ്. 7-ാമത്തെ അധ്യായത്തില് ആ രുദ്രാക്ഷ മാഹാത്മ്യത്തില് രുദ്രാക്ഷങ്ങളുടെ മുഖത്തിനനുസരിച്ച് പ്രാധാന്യ വ്യത്യാസമുണ്ടെന്നും ഒരു മുഖം മുതൽ മുകളിലോട്ടുള്ള മുഖങ്ങളിലുള്ള ഓരോ രുദ്രാക്ഷത്തിൻ്റെയും ദേവതയും അതിൻ്റെ ഫലവും എന്താണ് എന്നാണ് നമ്മളോട് പറയുന്നത്. 8-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ ഭൂതശുദ്ധി, നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ്. അപ്പൊ ആ പഞ്ചഭൂതാത്മകം സാഖ്യദർശനത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് നമ്മളായി മാറുന്നു എന്നുള്ളതും, പ്രകൃതി, മഹത്വ, അഹങ്കാരം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, അപ്പൊ അതിനെ എങ്ങനെയാണ് ശുദ്ധമാക്കേണ്ടത് എന്ന് പറയുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ഒന്നിലേക്ക് സംഹരിച്ച് പ്രകൃതിയിൽ വരെ എത്തിച്ച് അവിടെ നിന്ന് അതിനെ ഉരുട്ടി ഭസ്മത്തിന്റെ ഉണ്ടയാക്കി ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് പറയുന്നത്. അതൊരു യോഗവിദ്യയാണ്. കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നുമെങ്കിലും ശീലിക്കുന്നവർക്ക് അതൊരു ശുദ്ധീകരണ പ്രക്രിയയായിട്ട് ബോധിക്കും. സാധാരണക്കാരന് ബോധിക്കാൻ പ്രയാസം. അങ്ങനെ വീണ്ടും എങ്ങനെയാണോ സംഹാരം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഭൂതങ്ങളെ പിന്നെ വിസർജിക്കുകയും ചെയ്ത് പരിശുദ്ധമായ അവസ്ഥയിൽ ദേവപൂജനം ചെയ്യണം, ദേവീഭജനം ചെയ്യണം എന്ന് പറയുന്നിടത്ത അധ്യായം. 9-ാമത്തെ അധ്യായം ഒരു മഹാവ്രതത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുക. അഥർവ ശീർഷത്തില്, അഥർവവേദത്തിന്റെ ശിരസ്സില് പ്രതിപാദിക്കുന്ന ഒരു വ്രതം, അതാണ് ശിരോവ്രതം, അല്ലെങ്കിൽ പാശുപത വ്രതം, അല്ലെങ്കിൽ ശിവവ്രതം എന്നൊക്കെ അറിയപ്പെടുന്ന വ്രതത്തെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഭസ്മധാരണ വിധിയെക്കുറിച്ചും ഭസ്മത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു പോവാം. ഏതായാലും നമുക്ക് ഇന്ന് എവിടം വരെ എത്തിക്കാൻ പറ്റുമോ അവിടം വരെ എത്തിക്കാം, അതാണ് ആലോചിക്കുന്നത്. അതിനുവേണ്ടി ഏകാദശ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം പ്രാതകൃത്യം എന്ന് തുടങ്ങി നമുക്കൊന്ന് ഓടിയും ചാടിയും അല്ലെ മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ തുടങ്ങുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നാരദര് സാക്ഷാൽ നാരായണനോട് ചോദിക്കുന്ന ചോദ്യമാണ്. നാരദരെ കുറിച്ച് ഇന്നലെ ഹരിഗോവിന്ദൻ വിസ്തരിച്ചു പറഞ്ഞു. ഏഷണിക്കാരനായ നാരദൻ എന്ന ഒരവസ്ഥ, ഈ നാരദൻ ഇല്ലെങ്കിൽ കാലാകാലങ്ങളിൽ നടക്കേണ്ടതായ ഒരു സംഗതിയും, പൗരാണിക കഥകളിലെ ഒരു സംഗതിയും നടക്കായിക എന്നൊരവസ്ഥ, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോ നാരദര് ഭഗവാനോട് ചോദിക്കുകയാണ്. നാരദ ഉവാച ഭഗവൻ ഭൂതഭവ്യേശ നാരായണ സനാതന ആഖ്യാതം പരമാശ്ചര്യം ദേവീ ചരിതമുത്തമം. പ്രസ്താവനാ വാക്യമാണ് ഗ്രന്ഥത്തിന്റെ. സംബോധന: ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ. ആരാണ് ഈ ഭഗവാൻ? നാരായണ.
ആ നാരായണൻ എങ്ങനെയുള്ള ആളാണ്? നാരായണ ശബ്ദത്തെ ഒന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഭാഷണം ചെയ്യും. സനാതന, സനാതനനാണ്, എപ്പോഴും ഉള്ളവനാണ്, 3 കാലത്തിലും ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഭൂതഭവ്യേശ. ആ സംബോധന വളരെ പ്രധാനമാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്, ഭവ്യം എന്ന് പറഞ്ഞാൽ വരാനുള്ളത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നാഥനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഭൂതം, വർത്തമാനം, ഭാവി എന്നല്ലേ പറയേണ്ടത്? എന്താ ഈ വർത്തമാനത്തെ പറയാതെ ഭൂതഭവ്യേശ എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ, ഗഹനമായി വർത്തമാനം എന്ന് പറയുന്ന ഒരു കാലമില്ല. പലരും നമ്മളോട് പറയാറുണ്ട് വർത്തമാന കാലത്തിൽ ജീവിക്കണം. വർത്തമാനം എന്ന് പറയുന്ന ഒരു കാലമില്ല. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാലം ഒന്നേ ഉള്ളൂ. ആ കാലം പിന്നെ 2ആയി മാറി, പിന്നെ 3ആയി മാറി, ഉപാധി ഭേദം കൊണ്ട് പിന്നെ പലതായി മാറി. അങ്ങനെയാണ് കാലത്തിന്റെ പോക്ക്. ഇപ്പൊ ഇവിടെ ഭൂതകാലം, ഭാവി കാലം രണ്ടല്ലാതെ വർത്തമാനം എന്ന് പറയുന്ന ഒരു കാലത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല, അനുഭവിക്കാനും സാധിക്കില്ല. എന്തുകൊണ്ട്? നിങ്ങളിപ്പോ വാച്ചെടുത്ത് വെച്ച് നോക്കൂ. ഇപ്പൊ എത്രയായി സമയം ചോദിച്ചാൽ നമ്മളോട് പറയും 8:10 അല്ലെങ്കിൽ 8:20 എന്ന് പറഞ്ഞ് മുഴിപ്പിക്കുന്നതിന് മുമ്പിലേ അതിന്റെ സൂചി 8:21 എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത സംഖ്യയിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം ചോദിച്ചാൽ, ഇപ്പോ എന്ന് പറയുമ്പോൾ ആ ഒരു കാലത്തെ പ്രതിപാദിക്കാൻ സാധിക്കില്ല. ഒന്നിക്കൽ അത് ഭാവി കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഭൂതമായിക്കൊണ്ടോ മാത്രമേ പ്രതിപാദിക്കാൻ സാധിക്കൂ. ഇതാണ് ലോകത്തിന്റെ വ്യവസ്ഥ. നമ്മൾ ചിന്തിക്കേണ്ടതും ആ ഒരു വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് എന്നാണ് സാക്ഷാത് ലോകസഞ്ചാരിയായ ബ്രഹ്മർഷി ആയ നാരദര് നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം നമ്മളോട് പറയുന്നത് അതാണ്, ഭഗവാനെ വിളിക്കുന്നത് അതാണ്. ഹേ ഭൂതഭവ്യേശ പരമാശ്ചര്യം ദേവീ ചരിതം ഉത്തമം ആഖ്യാതം. അങ്ങ് പറഞ്ഞുവല്ലോ എന്നാണ് പറയുന്നത്. ഇനി എന്താ അപ്പൊ വേണ്ടത്? പ്രാദുർഭാവപരോമാതു കാര്യാർത്ഥമസുരദ്രുഹാം അധികാരാപ്തി ഉക്താത്ര ദേവി പൂർണ്ണകൃപാവശാത്. ദേവന്മാരുടെ കാര്യങ്ങളെയൊക്കെ സാധിക്കാൻ വേണ്ടി സാക്ഷാത് ജഗദംബിക, ജഗജ്ജനനി ആവിർഭവിച്ചു. അതിന്റെ പരിണിത ഫലമായി നഷ്ടപ്പെട്ട അധികാര സ്ഥാനങ്ങളൊക്കെ ദേവന്മാർക്ക് ലഭിക്കുകയും ചെയ്തു. ഈ കഥയും അല്ലയോ ഭൂതഭവ്യേശ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടത്? അധുനാ ശ്രോതുമിച്ഛാമി യേന പ്രീണാതി സർവദാ സ്വഭക്താൻ പരിപുഷ്ണാതി തമാചാരം വദ പ്രഭോ. ഹേ പ്രഭോ, അവിടെ നിന്ന് ദേവി എപ്പോഴും സന്തോഷിക്കുന്ന തരത്തിലുള്ള ഏന പ്രീണാതി സർവദ, എപ്പോഴും യാതൊന്നുകൊണ്ട് പ്രീതി ഉണ്ടാക്കുന്നുവോ, സ്വഭക്താൻ പരിപുഷ്ണാതി, ഭക്തന്മാരെ പരിരക്ഷിക്കുക, പോഷണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള തം ആചാരം പ്രഭോ വദ തത് അധുനാ ശ്രോതുമിച്ഛാമി. ആ ആചാരത്തെ ദയവായി പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. ആചാരത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. ദേവി എപ്പോഴും സന്തോഷിക്കുന്നത് ആചാരം കൊണ്ടാണ്. സ്വന്തം ഭക്തന്മാരെ പരിരക്ഷിക്കുന്നതും ഈ ആചാരം ഹേതുവായിട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഉത്തമമായ ആചാരത്തെ പറഞ്ഞു തന്നാലും എന്ന് പറയുക. അപ്പൊ ശ്രീനാരായണൻ
പറയുവാണ്. ശ്രീനാരായണ ഉവാച ശൃണു നാരദ തത്വജ്ഞ സദാചാരവിധിക്രമം യതതു അനുഷ്ഠാനമാത്രേണ ദേവി പ്രീണാതി സർവദാ. അലയോ നാരദ, തത്വജ്ഞ, തത്വം ജാനാതീതി തത്വജ്ഞ, തത്വത്തെ അറിയുന്നവൻ. എന്താ ഈ തത്വം എന്ന് പറഞ്ഞാല്? തസ്യ ഭാവ തത്വം. തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, പരമതത്വം. ആ പരമതത്വത്തെ അറിയുന്നവനായ അലയോ നാരദ എന്നാണ്. ഈ പരമതത്വം അറിയുന്ന നിന്നോട് എന്തിനാ പറയുന്നതെന്നൊക്കെ ആയിരിക്കും ചോദ്യത്തിന്റെ പറയിൽ. അപ്പോ അലയോ നാരദ സദാചാരവിധിക്രമം ശൃണു യഥനുഷ്ഠാനമാത്രേണ. യാതൊന്ന് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ദേവി സർവദാ പ്രീണാതി, ദേവി എപ്പോഴും സന്തോഷിച്ചവളായി ഇരിക്കുമോ ആ സദാചാരവിധിയെ നീ കേട്ടാലും. എന്തിനാ നീ കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ നിനക്ക് വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ തത്വജ്ഞ എന്ന് സംബോധിക്കണ്ട. ആ സംബോധന കൊണ്ട് തന്നെ മനസ്സിലായി ഇദ്ദേഹം തത്വജ്ഞനാണ്. പിന്നെ ഇദ്ദേഹത്തോട് പറയുന്നത് എന്തിനു വേണ്ടി വെച്ചാൽ ഇദ്ദേഹത്തെ നിമിത്തമാക്കി സാധാരണക്കാർക്ക് മനസ്സിലാക്കണം വേണ്ടി പറയുന്നു എന്നാണ് പറഞ്ഞത്. ആ ആചാരവിധിയെ പിന്നീട് പറയുവാണ് അടുത്ത പദ്യം മുതൽ. പ്രാതരുദ്ധായ കർത്തവ്യം യദ്വിജേന ദിനേ ദിനേ തദഹം സംപ്രവക്ഷ്യാമി ദ്വിജാനാമുപകാരകം ഉദയാസ്തമയം യാവത് ദ്വിജ സത്കർമ്മകൃത് ഭവേത് നിത്യനൈമിത്തികേർയുക്ത കാമീശ്ചാന്യൈർ അഗർഹിതൈഹി. പ്രാതരുദ്ധായ കർത്തവ്യം, രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ടതാണ്. ആരാൽ? യദ്വിജേന ദിനേ ദിനേ, ദ്വിജനാൽ എന്ന് പറഞ്ഞു. ഇവിടെ ദ്വിജൻ എന്ന് പറഞ്ഞപ്പോ ബ്രാഹ്മണൻ എന്ന അർത്ഥത്തെയാണ് ഉദ്ദേശിച്ചത്. രണ്ട് ജന്മമുള്ള എല്ലാവരും ചെയ്യേണ്ടതാണ് എന്നർത്ഥം. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. തദഹം സംപ്രവക്ഷ്യാമി, അത് ഞാൻ പറയാം. ദ്വിജാനാം ഉപകാരകം, ബ്രാഹ്മണർക്ക് അത്യന്തം പ്രയോജനപ്രദമായിരിക്കും ഈ പറയുന്നത് എന്നാണ്. ബ്രാഹ്മണൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നെറ്റി തുളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. കുറച്ച് മുന്നോട്ടേക്ക് ഭഗവാന്റെ വചനം ഓരോന്നോരോന്നായിട്ട് കേൾക്കുമ്പോൾ നമുക്കത് വ്യക്തത വരും. ഉദയാസ്തമയം യാവത് ദ്വിജ സത്കർമ്മ കൃത് ഭവേത്. കർമ്മകൃത്തായിരിക്കണം എപ്പോഴും ബ്രാഹ്മണൻ. എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് ബ്രാഹ്മണൻ ചോദിച്ചാൽ സത്കർമ്മകൃത്, ഉചിതമായ കർമ്മത്തെയാണ് ചെയ്യേണ്ടത്. എപ്പോഴ്? ഉദയാസ്തമയം യാവത്, ഉദയം മുതൽ അസ്തമയം വരെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ സംശയം ഉണ്ടാവും, അതെന്താ അങ്ങനെ? ഉദയത്തിലും അസ്തമയത്തിലും എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. ഈ ഉദയാസ്തമയം യാവത് എന്തിനു പറഞ്ഞു? അപ്പോഴാണ് നമ്മൾ അതിന്റെ തത്വത്തിലേക്ക് പോകുന്നത്. കർമ്മം ചെയ്യാതെ മനുഷ്യർക്ക് എന്നല്ല ഒരു ജീവിക്കും നിലനിൽപ്പില്ല. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ന കശ്ചിത് തിഷ്ഠതി എന്നാണ് പറയുക. ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, ന കശ്ചിത് ജാതു തിഷ്ഠത്തി അകർമ്മകൃത് എന്ന്. അകർമ്മകൃത്തായിട്ട് ഒരു നിമിഷം പോലും ഒന്നിനും നിലനിൽപ്പില്ല. ഒരു ജാതുവിനും ഒരു ജന്തുവിനും നിലനിൽപ്പില്ല. അപ്പൊ എന്തായാലും എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ബ്രാഹ്മണൻ എന്ത് വേണം? സത്കർമ്മം മാത്രം ചെയ്യണം. അതൊരു ഉദ്ദേശ്യവും കൂടിയാണ്. ബ്രാഹ്മണനാവാൻ ആരാഗ്രഹിക്കുന്നുവോ അയാള് അങ്ങനെ ചെയ്തിരിക്കണം എന്നുള്ള ഒരു സൂചന കൂടിയാണ്. എന്നിട്ട് ആ കർമ്മത്തെ വിഭജിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തോന്നു? നിത്യനൈമിത്തികേർയുക്ത കാമ്യൈശ്ചാന്യൈരഗർഹിതൈ. നിത്യനൈമിത്തിക കർമ്മങ്ങള്, കാമ്യകർമ്മങ്ങള്, നിന്ദ്യങ്ങളല്ലാത്ത മറ്റു കർമ്മങ്ങൾ, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ നിത്യകർമ്മങ്ങള് നൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണഗതിയിൽ നമുക്കെല്ലാം അറിയുന്നതാണ്. നിത്യവും അനുഷ്ഠിക്കേണ്ടത് നിത്യകർമ്മങ്ങൾ. നൈമിത്തിക കർമ്മങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിമിത്തത്തെ ആസ്പദമാക്കി ചെയ്യുന്നത്. ഉദാഹരണം, ഒരു കുട്ടി ജനിച്ചു,
അല്ലെ? കുട്ടിയുടെ ദേഹശുദ്ധി കാര്യങ്ങളൊക്കെ നിത്യവും ചെയ്യേണ്ടതാണ്. അപ്പോ പേരുവിളി എന്നൊരു സംസ്കാരം, നാമകരണം, അതുപോലെ അന്നപ്രാശം, ഇതൊക്കെ എന്താണ്? ചില നിമിത്തങ്ങളെ ആസ്പദമാക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അതിന് നൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറയും. ഇത്തരത്തില് കർമ്മങ്ങള് നിത്യകർമ്മങ്ങളും ഉണ്ട്, നൈമിത്തിക കർമ്മങ്ങളും ഉണ്ട്, കാമ്യകർമ്മങ്ങളുണ്ട്. കാമ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ആഗ്രഹങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. 41 ദിവസത്തെ വ്രതം, അത് ദേവീ ഭജനം, പ്രത്യേകിച്ച് മാടായിക്കാവ് പോലെയുള്ള സ്ഥലത്തൊക്കെ 41 ദിവസം വ്രതം ഇരിക്കുക എന്ന് പറയുന്നത് ചില കാമനകൾ സാധിക്കാൻ വേണ്ടിയാണ്. ശത്രുനാശം, വിദ്യാലാഭം, ജോലി കിട്ടൽ, ഇങ്ങനെയൊക്കെയുള്ള കാമ്യതയെ ആഗ്രഹിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ. പിന്നെയോ ഏത് കർമ്മമായാലും വിരോധില്ല, പക്ഷെ ഗർഹിതങ്ങളാവരുത്, നിന്ദ്യങ്ങളായ കർമ്മങ്ങളാവരുത്, അവിധിതമായ കർമ്മങ്ങളാവരുത് എന്ന് മാത്രം ചിന്തിക്കുക എന്നാണ് പറഞ്ഞത്. ആത്മനഃസഹായാർത്ഥം പിതാ മാതാ ന തിഷ്ഠതി ന പുത്രധാര ന ജ്ഞാതി ധർമ്മത്തിഷ്ഠതി കേവലം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നാരായണൻ നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മളുടെ സഹായത്തിന് വേണ്ടി, തന്നെ സഹായിക്കാൻ വേണ്ടി, ആത്മനഃ സഹായാർത്ഥം പിതാ മാതാ ന തിഷ്ഠതി, അച്ഛനോ അമ്മയോ, ന പുത്രധാര ന ജ്ഞാതി, പുത്രന്മാരോ അല്ലെങ്കിൽ ഭാര്യയോ ബന്ധുക്കളോ, ജ്ഞാതി എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ, ഇവരൊന്നും ഉണ്ടാവില്ല. പിന്നെ ആരാ ഉണ്ടാവുക? ധർമ്മത്തിഷ്ഠതി കേവലം, ധർമ്മം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ധർമ്മം മാത്രമേ ഉണ്ടാവുള്ളൂ അവനവനെ സഹായിക്കാൻ വേണ്ടി എന്ന് മനസ്സിലാക്കുമ്പം അതിൽ നിന്ന് തന്നെ അടുത്ത വാക്യം നമുക്ക് മനസ്സിലായി. തസ്മാത് ധർമ്മം സാഹായ്യാർത്ഥം നിത്യം സഞ്ചിനു സാധനൈ ധർമ്മേണൈവ സഹായാത്തു തമസ്തരതി ദുസ്തരം. അപ്പൊ അതുകൊണ്ട് സഹായം ലഭിക്കാൻ വേണ്ടി അവനവന് ആത്മാനം ഉദ്ധരേൽ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ധർമ്മം ആചരിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ധർമ്മത്തെ സഞ്ചയിക്കാൻ ശ്രമിക്കൂ. ഈ ധർമ്മത്തിന്റെ സഹായം കൊണ്ട് നമുക്ക് തമസ്തരതി ദുസ്തരം, ദുസ്തരമായ തമസ്സിനെ, അന്ധകാരത്തെ, അജ്ഞാനത്തെ തരണം ചെയ്യാൻ, അതിജീവിക്കാൻ സാധിക്കും. എന്നിട്ട് പറയാണ് ആചാര പ്രഥമോ ധർമ്മ. ശ്രദ്ധിക്കണം, ആചാര പ്രഥമോ ധർമ്മ എന്നാണ്. പ്രഭവോ ധർമ്മ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നാരായണൻ നാരദനോട് പറയുന്നതോ ആചാര പ്രഥമോ ധർമ്മ ശ്രുത്യുക്തസ്മാർത്ഥയേ വജ തസ്മാദസ്മിൻ സമായുക്തോ നിത്യം സ്യാദാത്മനോദ്വിജ. ആദ്യത്തെ ധർമ്മം എന്ന് പറയുന്നത് ആചാരമാണ്. ആചാര പ്രഥമോ ധർമ്മ. ആ ആചാരം എങ്ങനെയുള്ളതാണ്? ശ്രുത്യുക്ത സ്മാർത്ഥയേ വജ, ശ്രുതിപ്രോക്തമായത്. ശ്രുതിപ്രോക്തം എന്ന് പറഞ്ഞാൽ ശ്രുതിയിൽ പറയപ്പെട്ടിട്ടുള്ളത്. സ്മാർത്ഥ ഏവച, സ്മൃതിയിൽ പറയപ്പെട്ടിട്ടുള്ളത്. എന്താണ് ശ്രുതി സ്മൃതി എന്നൊക്കെ നമുക്കറിയാം. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം, സ്മൃതി എന്ന് പറഞ്ഞാൽ അതിനെ അനുസരിക്കുന്ന ആചാരമാണ് പ്രഥമമായ ധർമ്മം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആചാരാല്ലഭതേ ചായു ആചാരാല്ലഭതേ പ്രജ ആചാരാത് അന്നം അക്ഷയ്യം ആചാരോ ഹന്തിപാതകം. ആചാരത്തിന്റെ മഹിമയാണ് പിന്നെ പറയുന്നത്. ആചാരത്തിൽ നിന്നാണ് ആയുസ് ഉണ്ടാവുന്നത്, ലഭിക്കുന്നത്. ആചാരത്തിൽ നിന്നാണ് പ്രജകൾ ഉണ്ടാവുന്നത്.
ആചാരത്തിൽ നിന്നാണ് അക്ഷയ്യമായ ക്ഷയിക്കാത്തതായ അന്നം നമുക്ക് ലഭിക്കുന്നത്. ആചാരോ ഹന്തി പാതകം, നമ്മളുടെ പാതകത്തെ പാപകർമ്മത്തെ നശിപ്പിക്കുന്നതും ആചാരം തന്നെയാണ്. ആചാര പരമോ ധർമ്മ നൃണാം കല്യാണകാരക ഇഹലോകേ സുഖീ ഭൂത്വാ പരത്ര ലഭതേ സുഖം. ആചാരമാണ് പരമമായ ധർമ്മം. ആർക്ക്? നൃണാം, മനുഷ്യർക്ക്. കല്യാണകാരക എന്നൊരു വിശേഷണം കൂടെ കൊടുത്തു ആചാര്യൻ. അപ്പോ കല്യാണത്തെ ഉണ്ടാക്കുന്നത് പരമമായ ധർമ്മം, അതാണ് മനുഷ്യർക്ക് മംഗളം ഉണ്ടാക്കുന്നത് എന്നർത്ഥം. ഇഹലോകേ സുഖീ ഭൂത്വ, ഈ ലോകത്തില് സുഖം അനുഭവിച്ചിട്ട് പരത്ര ലഭതേ സുഖം, മറ്റു ലോകങ്ങളിലും സുഖത്തെ പ്രാപിക്കും. ആചാരം കൊണ്ട് എന്നർത്ഥം. ഇനി അജ്ഞാനാന്ധജനാനാം തു മോഹിതേർ ഭ്രാമിതാത്മനാം ധർമ്മരൂപോ മഹാദീപോ മുക്തിമാർഗ പ്രദർശക. അപ്പോ അജ്ഞത കൊണ്ട് വ്യാമോഹത്തിൽപ്പെട്ടുഴലുന്ന സാധാരണക്കാർക്ക് ധർമ്മരൂപമാണ് വഴികാട്ടിയായ ദീപം. മുക്തിമാർഗപ്രദർശക മഹാദീപ, മുക്തിമാർഗത്തെ പ്രദർശിപ്പിക്കുന്ന മഹത്തായ ദീപം, ലൈറ്റ്, ടോർച്ച് ലൈറ്റ് അല്ലെങ്കിൽ റാന്തല്, ഏത് കാലത്തിനനുസരിച്ചോ ആ കാലത്തിനനുസരിച്ചിട്ടുള്ള വിളക്ക്, അതാണ് എന്ന് പറയാം. ധർമ്മരൂപ. അങ്ങനെ ആചാരാത് പ്രാപ്യതേ ശ്രേഷ്ഠ്യം ആചാരാത് കർമ്മലഭ്യതേ കർമ്മണോ ജായതേ ജ്ഞാനം ഇതി വാക്യം മനോസ്മൃതം. മനോ ആചാര്യ ഭഗവാൻ മനു, ആ മനുസ്മൃതികാരനായ മനുവിന്റെ വാക്യം നിങ്ങൾ ഓർമ്മിച്ചോളൂ. എന്താണ്? ആചാരത്തിൽ നിന്ന് ശ്രേഷ്ഠതയെ പ്രാപിക്കും, ആചാരത്തിൽ നിന്ന് കർമ്മം ലഭിക്കും, കർമ്മത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാവും എന്ന് മനു നമ്മളോട് പറഞ്ഞിരിക്കുന്നു. സർവധർമ്മവരിഷ്ഠോയം ആചാര പരമം തപ തദേവ ജ്ഞാനമുദ്ദിഷ്ടം തേന സർവം പ്രസാധ്യതേ. സർവധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ഈ ആചാരം പരം തപ, പരമമായ തപസ്സാണ്, പരമമായ തപസ്സാണ്. അത് നേടിയെടുക്കേണ്ടത് തദേവ ജ്ഞാനമുദ്ദിഷ്ടം, അതാണ് ജ്ഞാനം, അറിവ്. തേന സർവം പ്രസാധ്യതേ, ആ അറിവ് കൊണ്ട് എല്ലാം നമുക്ക് നേടാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആചാരത്തെ കുറിച്ചിട്ട് വീണ്ടും നമ്മളോട് പറയാണ്, യസ്തു ആചാരവിഹീന അത്ര വർത്തതേ ദ്വിജസത്തമഃ സശൂദ്രവത് ബഹിഷ്കാര്യോ യഥാശൂദ്രസ്തഥൈവ സ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ പറഞ്ഞത്? ആചാരവിഹീനനായിട്ടുള്ള, ആചാരം അനുഷ്ഠിക്കാത്തതായ ഒരാള്, അത് ദ്വിജസത്തമനാണെങ്കിൽ കൂടി എന്താണ്? സശൂദ്രവത് ബഹിഷ്കാര്യ, ശൂദ്രനെ പോലെ ദൂരെ നിർത്തേണ്ടതാണ്, ബഹിഷ്കാര്യനാണ്. തഥാ ശൂദ്രസ്തദൈവ സ, യഥാ ശൂദ്ര, എങ്ങനെയാണോ ശൂദ്രൻ. ഈ ശൂദ്രൻ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എപ്പോഴും ശോചിച്ചുകൊണ്ടിരിക്കുന്നവെന്ന അർത്ഥം ശൂദ്രൻ എന്നുള്ളത്. എന്ത് കിട്ടിയാലും തൃപ്തി വരായിക, എന്ത് കിട്ടിയാലും സുഖം അനുഭൂതമാവായിക, ഇതൊക്കെയാണ് ശൂദ്രന്റെ ലക്ഷണം. മനസ്സിലായില്ലേ? അപ്പൊ അതില് പലപ്പോഴും നമ്മളില് ശൂദ്രത്വവും കൂടി ഉണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ശൂദ്രൻ എപ്പോഴും ആർക്കും താല്പര്യമുള്ള ഒരാളായിരിക്കില്ല എന്നർത്ഥം. ജാതീയമായിട്ട് ചിന്തിച്ചുകൊള്ളണമെന്നില്ല, ഗൗണമായിട്ട് ചിന്തിച്ചാലും മതി, ഗുണപരമായിട്ട് ചിന്തിച്ചാലും മതി. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ അയാള് ദുഃഖിക്കുക മാത്രമല്ല മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വ്യവസ്ഥ, അതുകൊണ്ട് അയാള് ത്യാജ്യനാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആചാരോ ദ്വിവിധ പ്രോക്ത ശാസ്ത്രീയോ ലൗകികസ്തഥ ഉഭാവപി പ്രകർത്തവ്യോ നത്യാജ്യോ ശുഭമിച്ഛത. ആചാരം രണ്ട് പ്രകാരത്തിലുണ്ട്.
അത് ശാസ്ത്രീയമായതുകൊണ്ട് ലൗകികമായിട്ടുള്ളതുണ്ട്. രണ്ടും അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. ഒന്നും ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. അപ്പൊ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണെങ്കിൽ, ഗ്രാമധർമ്മ, ജാതിധർമ്മ, ദേശധർമ്മ, കുലോദ്ഭവ പരിഗ്രാഹ്യ നൃഭി സർവൈർ നൈവ താമുല്ലംഘയേത് മുനി. ഗ്രാമധർമ്മങ്ങള്, ജാതിധർമ്മങ്ങള്, ദേശധർമ്മങ്ങള്, കുലധർമ്മങ്ങള്, ഇവ എല്ലാവരാലും അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. ഇത് ഉല്ലംഘിക്കാൻ പാടില്ല. നോല്ലംഘനീയ കുലദേശധർമാഹ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഗ്രാമത്തിന് ഒരു ധർമ്മം ഉണ്ടാവും, അതുപോലെ ജാതിക്കൊരു ധർമ്മം ഉണ്ടാവും, ദേശത്തിനൊരു ധർമ്മം ഉണ്ടാവും, ഓരോ കുലത്തിനും ഓരോ ധർമ്മം ഉണ്ടാവും. ആ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ്. ദുരാചാരോഹി പുരുഷോ ലോകേ ഭവതി നിന്ദിത ദുഃഖഭാഗീ ച സതതം വ്യാധിനാവ്യാപ്ത ഏവച. ദുരാചാരനായിട്ടുള്ള ഒരു മനുഷ്യനെ ലോകം നിന്ദിക്കും. മാത്രമല്ല അയാൾക്ക് രോഗം പിടിപെടുകയും ചെയ്യും. വ്യാധിന വ്യാപ്ത ഏവച എന്നാണ്. ദുഃഖഭാഗിയായിരിക്കുന്ന മാത്രമല്ല രോഗവും ഉണ്ടാവും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം ഇതാണ്. ഈ രോഗം മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ എത്രയും വേഗം പിടിപെടുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ സത്യസന്ധമല്ലാതെ ദുരാചാരപരമായിട്ട് പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് എന്ത് വേണം? ആചാരത്തെ മുറുക്കെ പിടിച്ചുകൊള്ളണം, ധർമ്മം പരിപാലിച്ചുകൊള്ളണം. പരിത്യജേത് അർത്ഥകാമൗ യൗ സ്യാദാം ധർമ്മവർജിതൗ ധർമ്മമപ്യ അസുഖോദർക്കം ലോകവിത് ഇഷ്ടമേവച. ധർമ്മരഹിതമായ അർത്ഥവും കാമവും മനുഷ്യൻ പരിത്യജിക്കുക തന്നെ വേണം. ധർമ്മവർജിതവും അർത്ഥകാമവും പരിത്യജേത്. അപ്പൊ ധർമ്മമനുസരിച്ചും അർത്ഥത്തെ നമുക്ക് സ്വീകരിക്കാം, ധർമ്മമനുസരിച്ച കാമത്തെയും നമുക്ക് സ്വീകരിക്കാം. ഇതാണ് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ഇത്രയും പറഞ്ഞതുകൊണ്ട് അർത്ഥകാമനകള് ത്യാജ്യങ്ങളല്ല, അത് ധർമ്മ ആശ്രിതങ്ങളാണെങ്കിൽ സ്വീകാര്യങ്ങളാണ് എന്ന് വന്നു. അങ്ങനെ ചതുർവിധ പുരുഷാർത്ഥങ്ങള്, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് ഓരോരുത്തർക്കും വേണ്ടവണ്ണം ഉണ്ടാവേണ്ടതാണ് എന്നാണിപ്പോ നാരായണൻ ചുരുക്കി പറഞ്ഞത്. ഇത് കേട്ടപ്പോ നാരദര് ചോദിക്കാണ് ഒരു സംശയം. ബഹുത്വാദിഹ ശാസ്ത്രാണം നിശ്ചയസ്യാത് കഥം മുനെ കിയത് പ്രമാണം തദ്ബ്രൂഹി ധർമ്മമാർഗ വിനിർണയം. ഇങ്ങനെ അനവധി ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാവുമ്പം എങ്ങനെയാണ് നമുക്കിതിനെ മനസ്സിലാക്കുക? ഈ ധർമ്മമാർഗം എങ്ങനെ മനസ്സിലാവും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രമം നാരായണൻ പറയാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീനാരായണ വാച ശ്രുതി സ്മൃതി ഉഭേ നേത്രേ പുരാണം ഹൃദയം സ്മൃതം ഏതത്രയോക്തയേവ സ്യാത് ധർമ്മോ നാന്യത്ര കുത്രചിത്. ശ്രുതി സ്മൃതി ഇത് രണ്ടും നേത്രങ്ങളാണ്, കണ്ണുകളാണ്. പുരാണം ഹൃദയം സ്മൃതം, പുരാണമാകുന്നു ഹൃദയം. ഏതത്രയോക്തയേവ സ്യാത് ധർമ്മോ നാന്യത്ര കുത്രചിത്. ഈ മൂന്നിടത്തും പറഞ്ഞ കാര്യങ്ങളാണ് ധർമ്മമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ആദ്യം പറഞ്ഞു വെച്ചു ശ്രുതി സ്മൃതി പുരാണം ഇവയിൽ പ്രതിപാദിക്കപ്പെട്ടതാണ് ധർമ്മം. ഇനിയോ വളരെ ശ്രദ്ധിക്കേണ്ട വാക്യമാണ് അടുത്തത്. ശ്രുതി സ്മൃതി ഉഭേ നേത്രേ പുരാണം ഹൃദയം സ്മൃതം ഏതത്രയോക്തയേവ സ്യാത് ധർമ്മോ നാന്യത്ര കുത്രചിത്. ശ്രുതി സ്മൃതി ഇതില് വിരോധോ എത്ര ഭവേത് ത്രയാണാം ച പരസ്പരം. ഇവ തമ്മില് വിരോധം വരികയാണെങ്കിൽ, ശ്രുതിയിൽ നിന്ന് സ്മൃതി വ്യത്യസ്തമായിട്ടാണ് കാണുന്നതെങ്കിൽ, ശ്രുതിയിൽ പറഞ്ഞതല്ല സ്മൃതി കൊണ്ട് നമുക്ക് തോന്നുന്നതെങ്കിൽ, ആ സ്മൃതിയിൽ പറയുന്നതല്ല പുരാണത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നതെങ്കിൽ,
ഇങ്ങനെ പരസ്പര വിരോധമായിട്ട് തോന്നുകയാണെങ്കിൽ ശ്രുതിസ്തത്ര പ്രമാണം, ശ്രുതിയാണ് അവിടെ പ്രമാണം, മറ്റേത് രണ്ടും വ്യർത്ഥമാണെന്ന് മനസ്സിലായിക്കൊള്ളാം. അപ്പൊ പരമം പ്രമാണം ശ്രുതി, വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് പരമമായ പ്രമാണം. ആ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് സ്മൃതിയിലോ പുരാണങ്ങളിലോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പരിഗണിക്കേണ്ടതില്ല, അതിനെ ഒഴിവാക്കിക്കൊള്ളൂ എന്നാണ് നാരായണൻ പറയുന്നത്. അപ്പോ ശ്രുതി അനുസൃതമായ വിചാരം സ്മൃതിയിലും ശ്രുതി സ്മൃതി അനുസൃതമായ വിചാരം പുരാണത്തിലുമുള്ളത് മാത്രമേ പ്രമാണമാവൂ എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ആചാര്യസ്ഥാനത്തിരിക്കുന്ന എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. പുരാണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കാൻ പാടില്ല. അപ്പോ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നാണെങ്കിൽ പുരാണം പറഞ്ഞത് സ്വീകരിക്കാം, പക്ഷെ അത് സ്മൃതിക്കും ശ്രുതിക്കും അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ പ്രധാനമായിട്ട് നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് വേദധർമ്മത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. തന്ത്രം മുതലായവയിൽ, പുരാണം, തന്ത്രവിധികൾ മുതലായവയിലൊക്കെ ധർമ്മങ്ങൾ കാണുമെങ്കിലും അത് വേദധർമ്മവുമായി തട്ടിച്ചു നോക്കിയിട്ട് വേണം സ്വീകരിക്കാൻ. അല്ലാണ്ട് ഇന്ന തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പ്രമാണമായിട്ട് ഉദ്ധരിക്കാൻ പാടില്ല. പ്രമാണം ഉദ്ധരിക്കുമ്പോൾ അത് സ്മൃതിയുടെ അതുപോലെ ശ്രുതിയുടെ അനുമതിയോട് കൂടിയിട്ടുള്ള പ്രമാണമായിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇല്ലാണ്ട് പോയതും ഇതാണ്. കിട്ടിയ ശ്ലോകങ്ങളൊക്കെ നമുക്ക് പ്രമാണമാണ്. അവിടുന്നും ഇവിടുന്നും ഓരോ പദ്യം എടുത്ത് ഉദ്ധരിച്ച് അത് പ്രമാണമായിട്ട് നമ്മളോട് പറയും. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് നാരായണൻ പറയുന്നത്. ശ്രുതി മൂലകമായി സ്മൃതി പ്രതിപാദ്യമായ പുരാണ വിഷയകമായിട്ട് പറയപ്പെട്ടതാണ് നമ്മൾ പ്രമാണമായിട്ട് എടുക്കേണ്ടത് എന്ന് ചുരുക്കി പറയുകയാണ് അവിടെ. അപ്പൊ ഇത്രയും ചുരുക്കി എന്താണ്, എങ്ങനെയാണ് പ്രമാണത്തെ മനസ്സിലാക്കേണ്ടത്, ആ പ്രമാണം അനുസരിച്ച് എങ്ങനെയാണ് ധർമ്മം ആചരിക്കേണ്ടത്, ഏത് ധർമ്മത്തിന് പ്രാമുഖ്യം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രധാനപ്പെട്ട വാക്യം കൊണ്ട് തന്നെ കിട്ടി. എന്നിട്ട് അദ്ദേഹം നമ്മളോട് പറയാണ്, യോ ധർമ്മമുത്സൃജ്യ വേദധർമ്മമുത്സൃജ്യ വർത്തതേ അന്യപ്രമാണത കുണ്ടാനി തസ്യ ശിക്ഷാർത്ഥം യമലോകേ വസന്തി. ശരിക്കും ഒന്ന് പേടിപ്പിക്കാൻ തന്നെ പറയുവാണ് നാരായണൻ. എന്താണ്? വേദധർമ്മത്തെ ഉപേക്ഷിച്ച് അന്യപ്രമാണത്തെ എടുത്ത് ആരാണോ പ്രമാണമായി ചിത്രീകരിക്കുന്നത് അവർക്ക് വേണ്ടി യമലോകത്ത് നല്ലൊരു കുണ്ടം തന്നെ തയ്യാറാവുന്നുണ്ട്. മനസ്സിലായില്ലേ? അയാളെ ശിക്ഷാർത്ഥം, അയാളെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കുണ്ടം തന്നെ തയ്യാറാവുന്നുണ്ട്. ഒന്നല്ല, കുണ്ടാനി, അനവധി കുണ്ടങ്ങൾ. തസ്മാത് സർവപ്രയത്നേന വേദോക്തം ധർമ്മമാശ്രയേ സ്മൃതി പുരാണമന്യദ്വാ തന്ത്രം വാ ശാസ്ത്രമേവ ച തന്മൂലത്വേ പ്രമാണം സ്യാത് നാന്യഥാപു കഥാചന യേ കുശാസ്ത്രാഭിയോഗേന വർത്തയന്തീഹ മാനവാൻ അധോമുഖൂർധ്വപാദാസ്തേ യാസ്യന്തി നരകാർണവം കാമാചാര പാശുപതാസ്തഥാ വൈ ലിംഗധാരണ. അതിഗംഭീരമായിട്ടുള്ള ഒരു ഭാഗമാണ്. എനിക്കറിയാം ഈ ഒരു അധ്യായം കൊണ്ട് ഇന്നത്തെ സമയം തീരുന്നു, പക്ഷേ അവസാന ഭാഗത്തേക്ക് വരുമ്പം സംഗ്രഹിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് സർവപ്രയത്നം ചെയ്തുകൊണ്ടും വേദധർമ്മത്തെയാണ് ആശ്രയിക്കേണ്ടത്. സ്മൃതി, പുരാണം, തന്ത്രം, ശാസ്ത്രം ഇങ്ങനെയുള്ളവയെല്ലാം വേദമൂലമായാൽ മാത്രമേ പ്രമാണമാവുകയുള്ളൂ. തന്മൂലത്വേ പ്രമാണം സ്യാദ് അന്യധാതു കഥാചന. അത് സ്മൃതിയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേദത്തിന് വിരുദ്ധാണെങ്കിൽ അത് പ്രമാണമല്ല എന്ന് ഉറപ്പിച്ച് മനസ്സിലായിക്കൊള്ളണം. ഇനി അങ്ങനെയുള്ള കുത്സിതങ്ങളായ ശാസ്ത്രങ്ങളെ കുശാസ്ത്രാഭിയോഗേന ഏതൊക്കെ മാനവന്മാരാണോ ഇങ്ങനെ കുതന്ത്രം പ്രയോഗിക്കുന്നതോ അവരെ അധോമുഖ ഊർധ്വപാദാസ്തേ യാസ്യന്തി നരകാർണവം. നരകമാകുന്ന സമുദ്രത്തിൽ അവർ പതിക്കും. എങ്ങനെ? തല കീഴായി കാല് മുകളിലോട്ടായിട്ട് കെട്ടിത്തൂക്കിയ നിലയിൽ.
അല്ലേ? കാമാചാര പാശുപത തഥാ വൈ ലിംഗധാരിണ തപ്തമുദ്രാങ്കിതായേ വൈഖാനസ, കുറെ വിഭാഗത്തെ കുറിച്ച് പറയുകയാണ്. അതിനൊന്നും ഇന്ന് നമുക്ക് പ്രസക്തിയില്ല. നമുക്ക് ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. എന്താണ്? വേദധർമ്മത്തെ അനുസരിക്കാതെ, വേദധർമ്മത്തിൽ പറയുന്നത് മനസ്സിലാക്കാതെ ഇതര തന്ത്രങ്ങളെ സ്വീകരിച്ച് കുതന്ത്രങ്ങൾ വെച്ച് വിളയാടുന്നവന്മാർക്ക് നരകത്തിൽ അതിന് വേണ്ട ശിക്ഷ വേണ്ടതുപോലെ തയ്യാറായിക്കൊണ്ട് മനസ്സിലായിക്കൊള്ളണം. അതുകൊണ്ട് ധർമ്മോക്തമേവ സദ്ധർമ്മം തസ്മാത് കുര്യാന്നര സദാ ഉത്ഥായോത്ഥായ ബോദ്ധവ്യം കിം മയാദ്യ കൃതം. ഓരോ തവണയും എഴുന്നേൽക്കുമ്പോൾ ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഓരോരുത്തരും. ഇന്ന് ഞാൻ എന്താണ് ചെയ്തത്? ഇതാണ് നമുക്കും വേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. എന്താണ് നമ്മൾ ഇന്ന് ചെയ്തത്? നമ്മൾ ചെയ്തതിൽ എത്ര സത്കർമ്മങ്ങളുണ്ട്, എത്ര അസത്കർമ്മങ്ങളുണ്ട്, എത്ര മിശ്രകർമ്മങ്ങളുണ്ട് എന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ദത്തം വാ ദാവിദം വാപി വാക്യേനാപി ച ഭാഷിതം ഉപപാവേഷു സർവേഷു പാതകേഷു മഹത്സ്വപി അവാപ്യ രജനീയാമം ബ്രഹ്മധ്യാനം സമാചരേ. എന്തെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടോ, ദാനം ചെയ്യിപ്പിച്ചിട്ടുണ്ടോ, വാക്കുകളെ കൊണ്ടോ മറ്റെന്തെങ്കിലും വേണ്ടാധീനം ആയിട്ടുണ്ടോ, മഹാപാപങ്ങളിൽ എന്തെങ്കിലും ചെറിയ പാപങ്ങളിൽ വല്ലതും നടന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഓരോ തവണയും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നാണെങ്കിൽ ഈ ചിന്തനം ചെയ്യലാണ് വളരെ പ്രധാനം. അവാപ്യ രജനീയാമം ബ്രഹ്മധ്യാനം സമാചരേ ഊരുസ്ഥോത്താന ചരണ സവ്യേ ച ഊരവും തഥോത്തരം. ഇനി എങ്ങനെയാണ് ബ്രഹ്മധ്യാനം ചെയ്യേണ്ടത്? ഈ ധ്യാനം നമ്മൾ ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് മാത്രമല്ല, പരമമായ തത്വത്തെ ധ്യാനിക്കുകയും വേണം. അതെന്താണ് വഴി എന്ന് പറയാണ്. അങ്ങനെ ചമ്രം പടിഞ്ഞിരുന്നു എന്ന് നമ്മൾ പറയില്ലേ, അത് സുഖാസനത്തിലോ പത്മാസനത്തിലോ ഇരുന്ന്, ഇവിടെ പത്മാസനത്തിന്റെ വിധാനമാണ് പിന്നീട് പറയുന്നത്. അങ്ങനെ പത്മാസനത്തിൽ ഇരുന്ന് താലുസ്ഥാചരിത ജിഹ്വ, ഒരു യോഗക്രമത്തെ പറയാണ്. ഞാൻ വിചാരിക്കുന്നത് അതൊന്ന് ഓടിച്ചു പോവാന്നാണ്, അല്ലാണ്ട് അതിനെ വിശദീകരിച്ച് പറയണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അത് യോഗമാർഗമാണ്. അതൊരു ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. ഗ്രന്ഥത്തിൽ നിന്ന് കേട്ട് പഠിച്ചതുകൊണ്ടായില്ല. ഇടത്തെ കാലിന്റെ മുകളിൽ വലത്തെ കാൽ വെച്ച്, അല്ലെ, മുഖം ഈ ഭാഗത്ത് ഇങ്ങനെ താടി ഉരസിൽ തട്ടുന്ന വിധത്തിൽ വെച്ച് ഒക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഗീതയിൽ പറയുന്നത് പോലെ തന്നെ ഒരു ക്രമത്തെയാണ് പറയുന്നത്, ധ്യാനക്രമത്തെയാണ് പറയുന്നത്. താലുസ്ഥാചലിത ജിഹ്വ, താലുസ്ഥത്തില് ജിഹ്വ ഇങ്ങനെ മുട്ടിച്ചിട്ട് ഈ ചെറിയ അണ്ണാക്കിലേക്ക് ജിഹ്വ മടക്കി മുട്ടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പ്രണവം ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ത്രിഗുണം ത്രിഗുണം വാപി പ്രാണായാമ ഉപക്രമേ തതോധ്യേയ സ്ഥിതോയോഷോ ഹൃദയേ ദീപവത് പ്രഭു. അപ്പോ ഹൃദയത്തില് ദീപം പോലെ പ്രകാശിക്കുന്ന പ്രഭുവിനെ ധ്യാനിക്കണം. അതിനു വേണ്ടി 2 or 3 പ്രാണായാമം ചെയ്യണം. അപ്പം സുഖാസനത്തിലോ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പത്മാസനത്തിൽ ഇരുന്ന് നമ്മൾ ധ്യാനം ചെയ്യണം എന്നാണ് പറഞ്ഞത്. ധാരയേത് എത്ര ജാത്മാനം ധാരണം ധാരയേത് ബുധ സധൂമശ്ച വിധൂമശ്ച സഗർഭശ്ചാപ്യഗർഭക. ഇതിങ്ങനെ അന്ധക്കരണത്തില് ആത്മതത്വത്തെ, ആത്മസ്വരൂപത്തെ ഉറപ്പിക്കണം. അതിനെ സധൂമമെന്നും വിധൂമമെന്നും സഗർഭമെന്നും അഗർഭമെന്നും സലക്ഷ്യമെന്നും അലക്ഷ്യമെന്നും ഇങ്ങനെ 6 പ്രകാരത്തിൽ പ്രാണായാമം ചെയ്യണം എന്നാണ് പറയുക. പേര് മാത്രമേ പറയുന്നുള്ളൂ, അതിനൊക്കെ വൈവിധ്യങ്ങളുണ്ട്. ഓരോന്നും ചെയ്യേണ്ട ക്രമത്തെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ പ്രാണായാമം ഏത് തരത്തിൽ ചെയ്യണം? രേചകം, പൂരകം, കുംഭകം എന്ന നിലയിലും ചെയ്യണം. ഇതെല്ലാം യോഗ ശബ്ദങ്ങളാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും വിശദീകരിക്കാൻ സമയം കിട്ടില്ല. രേചകം എന്ന് പറഞ്ഞാൽ വായു ഉള്ളിലേക്ക് എടുക്കലാണ്. പൂരകം എന്ന് പറഞ്ഞാൽ അവിടെ നിറച്ചു നിർത്തലാണ്. കുംഭകം പൂരകം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പൂരിപ്പിക്കുക, കുംഭകം എന്ന് പറഞ്ഞാൽ അവിടെ സ്തംഭിപ്പിക്കുക, രേചകം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുക. ഈ നിലയിൽ പ്രാണായാമം ചെയ്യുന്ന ഒരു ക്രമത്തെ കുറിച്ചാണ് പറഞ്ഞത്.
ഇവിടെ സയേവ പ്രണവ പ്രോക്ത പ്രാണായാമശ്ച തന്മയ ഇടയാ വായുമാരോപ്യ പൂരയിത്വാ ഉദരേ സ്ഥിതം. വായു ഉദരത്തിൽ പൂരണം ചെയ്തിട്ട് ഇടാനാടിയിലൂടെ വലിക്കുക. ഇടാനാടി എന്ന് പറഞ്ഞാൽ ഇടത്തെ മൂക്ക്, പിങ്കളാനാടി വലത്തെ മൂക്ക്. അത് സൂര്യനാടി ചന്ദ്രനാടി എന്നൊക്കെ പേരിൽ യോഗത്തിൽ വളരെ വിശേഷിച്ച് മനസ്സിലാക്കേണ്ടതും. ഏതായാലും പ്രാണായാമം ചെയ്ത് നമ്മൾ ആ 3 അക്ഷരങ്ങളെയും വർണ്ണത്രയത്തെയും നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ട ക്രമമൊക്കെ പറഞ്ഞിട്ട് പറയാണ്. മൂലാധാരം, ലിംഗം, നാഭി, ഹൃദയം, കണ്ഠം, ഭ്രൂമധ്യം. ഇതാണ് സ്ഥാനങ്ങൾ. ഈ സ്ഥാനങ്ങളിൽ ഓരോന്നിലും ഓരോ പത്മാകാരത്തെ ചിന്തിക്കുക. അതിന് ദളം 6 അല്ലെ 4, 6, 10, 12, 16, 2 ഈ ക്രമത്തില് ഇതളുകൾ ഉണ്ടാവുക. അവിടെ വാ ഷ ഷ സ മുതലായിട്ടുള്ള അക്ഷരങ്ങളെ കാണുക. ഓരോ പത്മത്തിലെയും ദളങ്ങളിലെ അക്ഷരവിന്യാസത്തെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത്രയേ ഉള്ളൂ. ഷടാധാര ചിന്ത ചെയ്യുക എന്ന അർത്ഥം. ഷടാധാരം കുണ്ടലിനി ശക്തി മുതൽ മുകളിലോട്ട് ഓരോ ചക്രങ്ങളായിട്ട് ചിന്തിച്ച് അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരപത്മം. അപ്പൊ എങ്ങനെ ആജ്ഞാചക്രം, ദ്വിതളാത്മകമായ ആജ്ഞാചക്രം, ഇതൊക്കെ യോഗവിദ്യയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ അതിലെ ഓരോ ദളത്തിലും ഓരോ അക്ഷരത്തെയും ഒക്കെ വിന്യാസത്തെയും ഒക്കെ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊക്കെയാണ് അങ്ങനെയുള്ള അവിടെ വിരാജിക്കുന്ന ദേവി, ആ ദേവിയുടെ തത്വസ്വരൂപം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ദേവിയെ നമസ്കരിക്കുന്നു എന്നാണ് ഇപ്പോ നാരായണൻ പറയുന്നത്. അരുണകമല സംസ്ഥാ തദ്രജ പുഞ്ചവർണ നിയമിത ചിഹ്ന പത്മതന്തു സ്വരൂപ എന്ന് ഓരോ ചക്രത്തിലും ഇരിക്കുന്ന ദേവിയെ നമ്മൾ അതാത് വർണ്ണങ്ങളെ കൊണ്ടും അതാത് അക്ഷരങ്ങളെ കൊണ്ടും ഒക്കെ മനസ്സിലാക്കി ചിന്തിച്ചു കൊള്ളണം എന്ന് പറയുവാണ്. അങ്ങനെ കുണ്ടലിനി ശക്തി സ്വരൂപം ഒരു പ്രാവശ്യമെങ്കിലും ഹൃദയകമലത്തില് സ്ഥിതി ചെയ്യുന്നു എന്നൊരവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, ഹൃദയപത്മത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അയാൾക്ക് മോക്ഷം കിട്ടും എന്നാണ് നാരദൻ പറഞ്ഞത്. അല്ല, നാരദനോട് നാരായണൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് പറയാണ്, അങ്ങനെ ഒരാള് ധ്യാന നിമഗ്നായിട്ട് ഇരിക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ്, ഞാൻ തന്നെ അഹം ദേവി ന ചാന്യോസ്മി ബ്രഹ്മൈവാഹം ന ശോഭഭാക് സച്ചിദാനന്ദരൂപോഹം സ്വാത്മാനമിതി ചിന്തയേത്. ഞാൻ തന്നെയാണ് ബ്രഹ്മം, ഞാൻ തന്നെയാണ് ദേവി, എനിക്ക് സുഖം മാത്രമേ ഉള്ളൂ, ദുഃഖില്ല, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നുള്ള ചിന്തയൊക്കെ അയാളിൽ ഉണ്ടാവും ആ സമയത്ത്. ഇങ്ങനെ ധ്യാനം ചെയ്തു ആദ്യം മുകളിലോട്ട് പോകുമ്പോൾ പ്രകാശം പൂണ്ട് മടങ്ങി വരുമ്പോൾ അമൃതസ്വരൂപിണിയായിട്ട് ഇരിക്കുന്ന ആനന്ദസ്വരൂപിണിയായിരിക്കുന്ന ആ ദേവിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന ഭാവന ഉരുത്തിരിച്ചു കൊണ്ടുവരണം. അതേപോലെ തന്നെ സ്വന്തം ബ്രഹ്മരന്ധ്രത്തിൽ, ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് സഹസ്രാരപത്മത്തിന്റെ മധ്യഭാഗം, ബ്രഹ്മരന്ധ്രത്തിൽ ഗുരുസ്വരൂപനായിട്ടുള്ള ഈശ്വരനെ ധ്യാനിക്കണം. അവിടെ ഉപചാരങ്ങളൊക്കെ യഥാവിധി ചെയ്യണം, അത് അനുസരിച്ച് പൂജിക്കണം. ആ പൂജാവിധാനങ്ങൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടാവും. എന്തൊക്കെയാണ് പൂജാവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. പൂജിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. അത് ഷോഡശോപചാരം വേണോ, പത്മം കൊണ്ട് മതിയോ എന്നൊക്കെ അതിന്റെ വകഭേദങ്ങളുണ്ടല്ലോ. ഇങ്ങനെ സാധകൻ ഈ സാധന ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുരേവ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് മന്ത്രം കൊണ്ട് അയാൾ ഉച്ചരിച്ച് ധ്യാനിച്ച് ഇരിക്കണം. ഇങ്ങനെ ഇരുന്നാൽ അയാളും ആ സ്വരൂപനായിട്ട് തീരും എന്നാണ് നാരദരോട് നാരായണ മുനി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയാണ് രണ്ടാമത്തെ അധ്യായത്തില്, ആചാരഹീനം ന പുനന്തി വേദാഹ യദ്യപ്യധീതാസഹ ഷഡ്ഭിരംഗൈഃ ഛന്ദാംസി ഏനം മൃത്യുകാലേ ത്യജന്തി നീടം ശകുന്താ ഇവ ജാതപക്ഷാഃ. മനസ്സിലാക്കി വെക്കേണ്ട ഒരു പദ്യം.
6 അംഗങ്ങളോടുകൂടി വേദങ്ങൾ പഠിച്ചാലും ഷഡ്ഭിഹി അംഗൈഹി സഹ യദ്യപി അധീതാഹ വേദാഹ ആചാരഹീനം ന പുനന്തി. അയാള് ആചാരയുക്തനല്ലെങ്കിൽ, ആചാരം ചെയ്യാത്തവനാണെങ്കിൽ അയാളെ ആ വേദം ഒരു പവിത്രീകരണവും ചെയ്യുന്നില്ല, അയാളെ പവിത്രമാക്കുന്നില്ല. അതിന് ഉദാഹരണം പറയാണ്. എന്തെന്ന്? നീടം ശകുന്ത ഇവ ജാതപക്ഷ. ജാതപക്ഷങ്ങളായ ശകുന്തങ്ങള്, ചിറക് മുളച്ചതായ പക്ഷികൾ കൂട്ടിനെ ഉപേക്ഷിച്ചു പോകുന്നത് പോലെ മരണകാലത്ത് ഈ അറിവ് മുഴുവൻ ഏത് ഷഡ്ഭിരംഗൈ സഹ വേദാഹ അധീതാഹ പറഞ്ഞേ, ഈ അതീതങ്ങളായ വേദാദികളായ സകല അറിവുകളും തന്നെ വിട്ടുപോകും, ശരീരത്തെ വിട്ടുപോകും, ഒരു പ്രയോജനവും ഇല്ലാണ്ടായിത്തീരും. അതുകൊണ്ട് ആചാരയുക്തമായി തന്നെ വേദധർമ്മത്തെ മനസ്സിലാക്കുകയും ചെയ്യുകയും വേണം. അതുകൊണ്ട് ബ്രാഹ്മേ മുഹൂർത്തെ ഉത്ഥായ തത്സർവം സമ്യകാചരേ, ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ആ ചിട്ടവട്ടത്തെയാണ് പിന്നീട് പറയുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞാല് ഇഷ്ടദേവനെ ധ്യാനിക്കണം. യോഗിയാണെങ്കിൽ എന്ത് വേണം? സാധാരണക്കാരന് ഇഷ്ടദേവനെ ധ്യാനിക്കുന്നത് പോലെ യോഗിയാണെങ്കിൽ അയാൾ ബ്രഹ്മധ്യാനം തന്നെ ചെയ്യണം എന്നാണ്. ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാല് ജീവബ്രഹ്മൈക്യം ഉണ്ടാവും. അല്ലയോ നാരദ എന്ന് പറയാണ്. പഞ്ചപഞ്ച ഉഷക്കാല സപ്താശ്ചാരുണോദയ എന്ന് പറഞ്ഞിട്ട് ആ കാലത്തെ കുറിച്ച് പറയാണ്. അരുണോദയം, അതുപോലെ ഉഷക്കാലം, പ്രഭാതം, ഇങ്ങനെയുള്ള കാലത്തിൽ ഓരോന്നിലും ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്താണ് എന്ന് ആചാരത്തെ കുറിച്ച് വിസ്തരിച്ച് പറയുന്നു. ബ്രാഹ്മണൻ പ്രാതകാലത്ത് എഴുന്നേറ്റ് നിരതി കോണില്, ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ പാടിപ്പോയത് കൊണ്ടായില്ല, ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പഠിക്കാൻ പറ്റണം ഓരോരുത്തർക്കും. അപ്പോ ഓരോ ആശ്രമത്തിലുള്ളവരും എങ്ങനെയാണ് മലമൂത്ര വിസർജനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ശുചിയാവേണ്ടത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത് ഭാഗത്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. അപ്പൊ ബ്രാഹ്മണനാണെങ്കിൽ ആ സമയത്ത് പൂണൂല് എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. യജ്ഞോപവീതം കഴുത്തില് പിറകോട്ട് തൂക്കിയിട്ടിട്ട് വേണം ഗൃഹസ്ഥന്മാര് ചെയ്യാൻ. എന്നാ ബ്രഹ്മചാരികൾ അങ്ങനെയല്ല, ചെവിയില് കുടുക്കിയിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യണം. എന്നിട്ട് പറയും, പണ്ട് കാലത്ത് ഈ ശൗചാലയം, അതായത് കക്കൂസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ വെളിമ്പ്രദേശത്താണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ വെളിമ്പ്രദേശത്ത് ചെയ്യുമ്പോൾ അതിനെ ചെയ്തു വെച്ചാൽ പോരാ, അത് മൂടി വെക്കുകയും കൂടി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഗംഭീരമായിട്ട് പറയും. അവിടുന്ന് ശൗചം എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു. അപ്പോ എന്ത് ചെയ്താലും, മൂത്രമൊഴിച്ചാലും കക്കൂസ് പോയാലും ഒക്കെ ശൗചം ചെയ്യണം. 14 വട്ടം കഴുകണം. മണ്ണ് ഉപയോഗിച്ച് കഴുകണം. ഏത് തരം മണ്ണ് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കോമൺ ആയിട്ട് അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതാത് പ്രദേശത്ത് കിട്ടുന്ന മണ്ണ് ഉപയോഗിക്കണം. എന്നിട്ട് കൈകാലുകൾ വൃത്തിയായിട്ട് കഴുകണം. 14 വട്ടം ഗണ്ടൂഷം ചെയ്യണം. വായ കുലുക്കൊഴിഞ്ഞ് തുപ്പണം. നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മളിപ്പം കക്കൂസ് പോയിട്ട് ശൗചിച്ച് കഴിഞ്ഞാൽ മുഖം കഴുകുക, കൈകാല് കഴുകുക, വായ കഴുകുക. ഈ വായ കഴുകുന്നത് 14 വട്ടം കഴുകണം എന്നാ പറയും. എന്താ ഇത് തമ്മിലുള്ള ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഗൗരവത്തിലാണ് അവർ ഈ വിഷയം കാണുന്നത് എന്ന്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ വിഭാഗത്തിൽപ്പെട്ടവരും എങ്ങനെയാണ് ശൗചം ചെയ്യേണ്ടത് എന്ന് വിസ്തരിച്ച് പറയുവാണ് ആ അധ്യായത്തിൽ. 2ാമത്തെ അധ്യായത്തിലാണത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയുന്നു എന്താ ചെയ്യേണ്ടത്. പല്ല് തേക്കേണ്ട കാര്യം പറയുന്നു. പല്ല് തേക്കുന്നത് എങ്ങനെയാണ്? എല്ലാ ദിവസവും ഒന്നും പല്ല് തേക്കേണ്ട കാര്യമില്ല എന്നാ പറയുന്നത് ആചാര്യൻ. പല്ല് തേക്കുന്നതിന് ദിവസവും കാലമൊക്കെ നോക്കി ചെയ്യണം. അതിന് ഉപയോഗിക്കേണ്ട കമ്പിനെ കുറിച്ച് പറയുന്നു നമ്മളോട്. ദന്തധാവനത്തിന് കമ്പ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നു. എത്ര ഇതിന് ദീർഘം വേണം, എങ്ങനെ വേണം, അതിന്റെ തല എങ്ങനെയാണ് കൂർച്ചം പോലെ ആക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ശൗചവിധാനവും പറഞ്ഞ് അത് ചെയ്തിട്ടില്ലെങ്കിലുള്ള ദോഷം, ചെയ്യേണ്ട കാലം, ഇതൊക്കെ പറയുന്നു. ഇപ്പൊ അതില് നമ്മൾ ബ്രാഹ്മണരെ ആചമിക്കുന്ന ഒരു ക്രമത്തെ ഇവിടെ 42ാമത്തെ പദ്യത്തില് കൃത്വാലംബാദ ശൗചം അമലമധജലം തൃപ്പിബേ ദ്വിർവിമൃജ്യ
എന്ന് തുടങ്ങിയിട്ട് ഒരു പദ്യം 42ാമത്തെ പദ്യത്തില് ആദ്യം കാല് കഴുകി ശുദ്ധാക്കണം, പിന്നെ ശുദ്ധജലം കൊണ്ട് 3 പ്രാവശ്യം ആചമിക്കണം, 2 പ്രാവശ്യം ചുണ്ടു തുടക്കണം, പെരുവിരലും ചുണ്ടാണി വിരലും കൊണ്ട് 2 നാസാദ്വാരങ്ങളിലും പെരുവിരൽ കൊണ്ടും മോതിര വിരൽ കൊണ്ടും, അറിയാലോ നമ്മൾ ആചമിക്കുക എന്നുള്ള ഒരു പ്രക്രിയ, അതിനെ കുറിച്ചിട്ട് വിസ്തരിച്ച് പറയുന്നു. ഇതാണ് 2ാം അധ്യായം അവിടെ സംഗ്രഹിക്കുന്നത്. ഇനി 3ാമത്തെ അധ്യായത്തില് നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് കുളിക്കേണ്ടത് എന്ന് പറയാം. ശുദ്ധം സ്മാർത്തം ചാചമനം പൗരാണം വൈദികം തഥാ താന്ത്രികം ശ്രൗതമിത്യാഹു ഷഡ്വിധം ശ്രുതി ചോദിതം. ശുദ്ധം, സ്മാർത്തം, പൗരാണികം, വൈദികം, താന്ത്രികം, ശ്രൗതം എന്നിങ്ങനെ ആചമനം 6 തരത്തിലുണ്ട് എന്ന് പറയാം. ഇത് ശ്രുതി വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. ശ്രുതി ചോദിതം എന്ന് പറയുന്നു. ഇനി മലമൂത്ര വിസർജനാദികൾ ചെയ്തതിന് ശേഷം ചെയ്യുന്ന ശൗചത്തിനാണ് ശുദ്ധാചമനം എന്ന് പറയാം, ശുദ്ധി വരുത്താനുള്ള ആചമനം. വിധിപൂർവം ചെയ്യുന്ന ആചമനത്തെ പൗരാണികം എന്ന് പറയും. ഇങ്ങനെ ഓരോ വൈവിധ്യങ്ങൾ, ഈ 6 തരത്തിലുള്ള ആചമന വൈവിധ്യമാണ് പിന്നെ നമ്മളോട് പറയുന്നത്. അതുപോലെ സ്നാനം ചെയ്യേണ്ട വിധം എങ്ങനെയാണ് എന്ന് പറഞ്ഞു. സ്നാനം ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറയും. അസ്നാദസ്യ ക്രിയാ സർവ ഫലന്തി വിഫലായത. എല്ലാ കർമ്മങ്ങളും വിഫലമാവും സ്നാനം ചെയ്യാതെ ചെയ്താൽ. അതുകൊണ്ട് ദിവസത്തോറും തസ്മാത് പ്രാതശ്ചരേത് സ്നാനം, അതിരാവിലെ തന്നെ കുളിച്ചുകൊള്ളണം എന്നാണ്. അതുപോലെ സ്നാനവും സന്ധ്യാകർമ്മവും പവിത്ര ഇട്ടിട്ട് വേണം ചെയ്യാൻ. 12 ദിവസം അഗ്നിജയം ചെയ്യാത്തവന് വിപ്രത്വം എന്ന ഒരവസ്ഥയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഓരോ വിധാനത്തെ കുറിച്ച് നമ്മളോട് പറയുന്നു. അപ്പം മന്ത്രങ്ങൾ ജപിക്കണം, ശരീരത്തിലെ വായുക്കളെ ക്രമീകരിക്കണം എന്നൊക്കെ യോഗവിദ്യയുടെ ഭാഗമായിട്ട് അനവധി കാര്യങ്ങളാണ് പിന്നെ നമ്മളോട് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ശുദ്ധമായി കഴിഞ്ഞാല് എന്ത് വേണം? സ്നാനാംഗതർപ്പണം കൃത്വ ദേവർഷി പിതൃദോഷകം ശുദ്ധേ വസ്ത്രേ പരീധായ ജലാത് ബഹിരുപാഗത. സ്നാനത്തിന്റെ അംഗങ്ങളായിട്ടുള്ള എന്തൊക്കെയാണ്? തർപ്പണം, ദേവർഷി പിതൃദോഷകം, ദേവതർപ്പണം, ഋഷിതർപ്പണം, പിതൃതർപ്പണം. ഈ 3 തർപ്പണവും ചെയ്തിട്ട് വേണം കുളിക്കാൻ. മനസ്സിലായില്ലേ? കുളിയുടെ ഒപ്പം ചെയ്യേണ്ടതാണ്. അത് വെള്ളത്തിൽ നിന്ന് തന്നെ ചെയ്യണം കേട്ടോ, കരയിൽ കയറിയിട്ടല്ല എന്ന് പറയും, വെള്ളത്തിൽ തന്നെ ചെയ്യണം. പിന്നെ കരക്ക് കയറി ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഉത്തരീയം ഉടുത്ത് വിഭൂതിധാരണം കാര്യം രുദ്രാക്ഷാണം ചധാരണം ക്രമയോഗേന കർത്തവ്യം സർവദാ ജപസാധകൈ. വിഭൂതി ഭസ്മം തൊടണം, രുദ്രാക്ഷം ധരിക്കണം, ജപസാധന ചെയ്യുന്ന ദ്വിജൻ ക്രമം തെറ്റാതെ ഈ കാര്യങ്ങൾ ചെയ്യണം എന്നാ പറയാം. എന്നിട്ട് എങ്ങനെയാണ് തൊട്ടടുത്ത് രുദ്രാക്ഷം എങ്ങനെയാണ് ധരിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ധരിക്കേണ്ടത് എന്ന് പറയാം. ഈ രുദ്രാക്ഷ ധാരണത്തെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ഈ അധ്യായത്തിലും കാണാം, മുന്നോട്ടേക്കും കാണാം. അവിടെ സാക്ഷാൽ ശങ്കരൻ രുദ്രാക്ഷ ധാരണത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം. അപ്പൊ എങ്ങനെയാ ധരിക്കേണ്ടത്? കഴുത്തിൽ 32 എണ്ണം, ശിരസിൽ 40 എണ്ണം, ഓരോ കാതിലും 6 വീതം, ഓരോ കയ്യിലും 12 വീതം, ഭുജങ്ങളില് 16 വീതം, കണ്ണുകളില് ഓരോന്ന് വീതം, ശിഖകളില്, തലയില്, ശിഖയില്, അതുപോലെ വക്ഷസ്സില് ഒക്കെ ധരിക്കണം. വക്ഷസ്സിൽ 108 രുദ്രാക്ഷങ്ങൾ ധരിക്കണം. അങ്ങനെ ആയാൽ അയാള് എങ്ങനെയാണെന്നാ പറഞ്ഞത്? സസ്വയം നീലകണ്ഠ, അയാള് സാക്ഷാത് ശിവന് തുല്യമാണ് എന്നാണ്. ആ രുദ്രാക്ഷം ധരിക്കേണ്ട ക്രമത്തെ കുറിച്ച് പറയുമ്പോഴും പല ക്രമത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടെന്നും രുദ്രാക്ഷ ഭേദത്തെ കുറിച്ചിട്ടും ഓരോ വർണ്ണത്തിനും പറ്റിയ രുദ്രാക്ഷങ്ങൾ ഏതാണെന്നും ആ രുദ്രാക്ഷം എങ്ങനെയാണ് ധരിക്കേണ്ടതെന്നും മനസ്സിലാക്കണം. രുദ്രാക്ഷം ധരിക്കുമ്പം പൂണൂല് ധരിക്കാൻ കൂടെ വിധിയുണ്ട് എന്ന് മനസ്സിലായിക്കൊള്ളാം. സ്വർണം കെട്ടിയതാവാം, വെള്ളി കെട്ടിയതാവാം, ഒന്നും കെട്ടാത്തതാവാം. മനസ്സിലായില്ലേ? പക്ഷെ ഈ രുദ്രാക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ രുദ്രാക്ഷം കോർക്കുന്നിടത്ത് ചില വിശേഷങ്ങളുണ്ട്. എന്താ രുദ്രാക്ഷം കോർക്കുന്നിടത്ത് വിശേഷം? ഒന്നിന്റെ വാലും തലയും നമ്മൾ മനസ്സിലാക്കണം. രുദ്രാക്ഷത്തിന്റെ വാലും തലയും മനസ്സിലാക്കണം.
അത് കഴിഞ്ഞാൽ ഒന്നിന്റെ തലയ്ക്ക് മറ്റേതിന്റെ തല വരുന്ന വിധത്തില് കോർക്കണം. അപ്പൊ മറ്റേതിന്റെ വാലിന് അടുത്ത രുദ്രാക്ഷത്തിന്റെ വാൽഭാഗം വരുന്ന വിധത്തിൽ കോർക്കണം. ഇങ്ങനെ കോർത്താണ് രുദ്രാക്ഷം ചെയ്യേണ്ടത്. എന്നാലേ അതിൻ്റെതായ ഗുണമുള്ളൂ എന്നൊക്കെ വിസ്തരിച്ച് ആചാര്യ എന്ന നിലയില് സാക്ഷാത് നാരായണൻ ആരോട് പറയുന്നു? നാരദരോട് പറയുന്നു. അപ്പൊ നാരദരോട് പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രുദ്രാക്ഷം ധരിക്കേണ്ടതിനെ കുറിച്ചിട്ട് നാരായണനാണ് ഉപദേശിക്കുന്നത് ആദ്യം ഇവിടെ. അതാണ് അതിന്റെ. നമുക്കിപ്പോ ഇവിടെ ശൈവന് വൈഷ്ണവനെ കണ്ടുകൂടാ, വൈഷ്ണവന് ശാക്തേയനെ കണ്ടുകൂടാ എന്ന ഒരു നില നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഭേദം ആർക്കില്ല. ശിവനോ വിഷ്ണുവിനോ ബ്രഹ്മാവിനോ ഒന്നും ആ ഭേദമില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് രുദ്രാക്ഷത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് ഇവിടെ നാരായണൻ ആദ്യം പറയുവാണ്. അതുകൊണ്ട് ലജ്ജ കൂടാതെ രുദ്രാക്ഷം ധരിക്കണം. രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് രുദ്രാക്ഷം ധരിക്കുമ്പോൾ ഒറ്റ കാര്യമേ ചിന്തിക്കേണ്ടതുള്ളൂ, രുദ്രാക്ഷം ധരിച്ച് അധർമ്മം പ്രവർത്തിക്കരുത്, അകർത്തവ്യം ചെയ്യരുത് എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശക്തിവിശേഷം ഉണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായും രുദ്രാക്ഷം ധരിക്കണം. രുദ്രാക്ഷം ധരിക്കുമ്പോൾ പല പല മന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്നും, പക്ഷേ പൊതുവെ രുദ്രാക്ഷം ധരിക്കാൻ പഞ്ചാക്ഷര മന്ത്രം ഉപയോഗിക്കാമെന്നും ഒക്കെയാണ് ആ അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് രുദ്രാക്ഷം ഓരോ പ്രകാരത്തിലുണ്ട് എന്ന് പറയുകയാണ്. അതിനുവേണ്ടി നാരദർ ഒരു ചോദ്യം ചോദിക്കൂ. ഏവം ഭൂതാനുഭാവോയം രുദ്രാക്ഷോ ഭവദാനഖ വർണ്ണിതോ മഹതാം പൂജ്യ കാരണം തത്രയും വദ. രുദ്രാക്ഷത്തിന് ഇത്രയെല്ലാം മാഹാത്മ്യവും പൂജനീയത്വവും ഒക്കെ ഉണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞുവല്ലോ. എന്താണ് കാരണം? ഈ രുദ്രാക്ഷത്തിന് ഇത്രയും മാഹാത്മ്യം ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോ അതിന് ഉത്തരമെന്ന നിലയിലാണ് നാരായണൻ പറയുന്നത്. ഏവമേവ പുരാ പൃഷ്ടോ ഭഗവാൻ ഗിരീശ പ്രഭു ഷൺമുഖേന ച രുദ്രസ്തം യദ്വാച ശൃണുഷ്വതത്. പണ്ട് ഈ ചോദ്യം ഷൺമുഖൻ ശിവനോട് ചോദിച്ചിട്ടുണ്ട്, ഗിരീശനോട് ചോദിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി നീ ഇതാ കേട്ടോളൂ. ഇനി പറയുന്നത് എന്റെ അഭിപ്രായമല്ല, ഇനി പറയുന്നത് നാരായണന്റെ അഭിപ്രായമല്ല. ആരുടെ അഭിപ്രായമാണ്? സാക്ഷാത് പരമേശ്വരന്റെ അഭിപ്രായമാണ്. അത് നീ കേട്ടോളൂ എന്ന് പറയാം. എന്താ പറയുന്നത്? ഷൺമുഖനോടാണ് ഈശ്വരൻ പറയുന്നത്. ഈശ്വര ഉവാച ശൃണു ഷൺമുഖ തത്വേന കഥയാമി സമാസദ ത്രിപുരോ നാമ ദൈത്യസ്തു പുരാസീത് സർവദുർജയ. എല്ലാ പ്രകാരത്തിലും ജയിക്കാൻ പറ്റാത്തവനായി ത്രിപുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു എന്നും ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയ ദേവന്മാരെ എല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെല്ലാവരും കൂടി സങ്കടം ശിവനോട് പറഞ്ഞു. ആ കഥയൊക്കെ നമുക്കറിയുന്നതാണ്. പൗരാണികമായിട്ടുള്ള ആ കഥ വളരെ ഇതാണ്. അപ്പൊ അങ്ങനെ ത്രിപുരനെ എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന ഒരു സങ്കടവുമായിട്ട് ഈശ്വരന്റെ അടുത്ത് എല്ലാവരും എത്തി. അപ്പൊ ഈശ്വരൻ എന്ത് ചെയ്തു? അഘോരം എന്ന മഹാസ്ത്രത്തെ സ്മരിച്ചു. അങ്ങനെ സർവദേവമയവും ദിവ്യവും ഘോരവും ജ്വാലാമുഖത്തോടു കൂടിയതുമായിട്ടുള്ള ആ അഘോരം ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കൈകളിലെത്തി. 1000 ദിവ്യവർഷം കണ്ണു ചിമ്മാതെ നോക്കിയിരുന്നു നാം ശിവൻ ഇതിന്റെ തേജസ്സിനെ. അങ്ങനെ വരുമ്പോഴെന്താ ഉണ്ടായത്? അങ്ങനെ ഒരേ സ്ഥലത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മളായാലും കണ്ണുനീര് വരുമല്ലോ. അങ്ങനെ കണ്ണുനീര് വന്നു. തത്ര അശ്രുബിന്ദുതോ ജാതാ മഹാരുദ്രാക്ഷ വൃക്ഷക മമാജ്ഞയാ മഹാധേന സർവേഷാം ഹിതകാമ്യയാ. ആ കണ്ണുനീര് താഴെ വീണ് അത് വൃക്ഷങ്ങളായി തീർന്നു. അതാണ് രുദ്രാക്ഷ വൃക്ഷം എന്നാണ് പറയുന്നത്. അതിന്റെ ഉത്പത്തിയെ കുറിച്ചിട്ട് നമ്മളോട് പറയാം. ഇങ്ങനെ 38 പ്രകാരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടായി എന്നാണ്. ഭഗവാന്റെ സൂര്യനേത്രത്തിൽ നിന്ന്, ഈശ്വരന്റെ 3 കണ്ണുകളാണല്ലോ, സൂര്യനും ചന്ദ്രനും അഗ്നിയും. അപ്പൊ സൂര്യനേത്രത്തിൽ നിന്ന് കപിലവർണ്ണത്തിലുള്ള 12 തരം രുദ്രാക്ഷങ്ങൾ ഉണ്ടായി.
സോമനേത്രത്തിൽ നിന്ന് വെള്ള നിറത്തിലുള്ള 16 വിധത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടായി. വന്യനേത്രത്തില് അഗ്നിനേത്രത്തിൽ നിന്ന് കൃഷ്ണവർണ്ണമുള്ള 10 വിധത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ഓരോ രുദ്രാക്ഷങ്ങളും ഓരോ ജാതീയമായിട്ട്, ശ്വേതവർണ്ണത്തിലുള്ളത് ബ്രാഹ്മണൻ, രക്തവർണ്ണത്തിലുള്ളത് ക്ഷത്രിയൻ, മിശ്രവർണ്ണത്തിലുള്ളത് വൈശ്യൻ, കറുത്ത നിറത്തിലുള്ളത് ശൂദ്രൻ എന്ന നിലയിൽ അതിനെ അറിയപ്പെട്ടു. ഏകവക്ത്ര ശിവ സാക്ഷാത് ബ്രഹ്മഹത്യാം വ്യപോഹതി ദ്വിവക്ത്രോ ദേവദേവ്യോ സ്യാത് ദ്വിവിധം നാശയേദഖം. ഒരു മുഖമുള്ളത് സാക്ഷാത് ശിവനാണെന്ന് മനസ്സിലാക്കണം. ബ്രഹ്മഹത്യാ പാപത്തെ പോലും ഏകമുഖ രുദ്രാക്ഷം ധരിച്ചാൽ ഇല്ലാണ്ടാക്കും എന്നാണ് പറയുന്നത്. 2 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് ദേവീദേവന്മാരുടെ പ്രതിപുരുഷത്വമാണ്. അത് എല്ലാവിധ പാപങ്ങളെയും ഇല്ലാണ്ടാക്കും. 3 മുഖമുള്ളത് അഗ്നിയാണ്. അത് സ്ത്രീഹത്യാദി പാപങ്ങളെ തക്ഷണം നശിപ്പിക്കും. 4 മുഖമുള്ള രുദ്രാക്ഷം ബ്രഹ്മാവ് തന്നെയാണ്. അത് നരഹത്യാ പാപത്തെ ഇല്ലാണ്ടാക്കും. 5 മുഖമുള്ളത് കാലാഗ്നി തുല്യനായ രുദ്രൻ തന്നെയാണ്. പഞ്ചമുഖ രുദ്രാക്ഷമാണ് ഏറ്റവും കൂടുതൽ ലോകത്തിൽ നമുക്ക് കിട്ടാനുണ്ടാവുക. അത് ധരിച്ചു കഴിഞ്ഞാല് അല്ലെ, അഭക്ഷ്യഭക്ഷണം കൊണ്ടും അഗമ്യാഗമനം കൊണ്ടും ഉണ്ടാകുന്ന പാപത്തെ ഇല്ലാണ്ടാക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യം. 5 മുഖമുള്ള രുദ്രാക്ഷത്തിന്റെ മാഹാത്മ്യം അത്രത്തോളം ഉണ്ട്. ഭക്ഷിക്കാൻ പാടില്ലാത്തത് ഭക്ഷിക്കുക. ഇന്നിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ എല്ലാവരും. അപ്പൊ രുദ്രാക്ഷം ധരിച്ചാൽ നമുക്ക് അതിനുള്ള ഗുണം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് പോലും മോചനം കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അത് അന്നകൂടം, തൂലകൂടം, സ്വർണകൂടം തദൈവജ ദുഷ്ടാന്വയ സ്ത്രീയം വാധ സംസ്പൃശം ച ഗുരുസ്ത്രീയം. അന്നം, വസ്ത്രം, സ്വർണം മുതലായിട്ടുള്ളതൊക്കെ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പാപം, ദുഷ്ടകുലത്തിൽപ്പെട്ട സ്ത്രീയോ ഗുരുപത്നിയെ സ്പർശിക്ക മൂലം ഉണ്ടാവുന്ന പാപം, ഇങ്ങനെയുള്ള സകല പാതകങ്ങളെയും നശിപ്പിക്കാൻ ഈ രുദ്രാക്ഷത്തിന് ശേഷിയുണ്ടെന്നും അത് വിവിധ മേധങ്ങള് യാഗങ്ങൾ ചെയ്തതിന്റെ ഫലം പ്രദാനം ചെയ്യുമെന്നൊക്കെയാണ് അധ്യായത്തിൽ ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നത് നമ്മൾ. അപ്പൊ ഇവിടെ ഈ രുദ്രാക്ഷം ധരിച്ചാലും ഭയം ഉണ്ടാവില്ല, പാപം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ചെയ്ത പാപങ്ങളിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവും എന്നൊക്കെ നമ്മളെ പറഞ്ഞ് സാക്ഷാത് ഈശ്വരൻ തന്നെ സുബ്രഹ്മണ്യനെ നിമിത്തമാക്കിയിട്ട് പറയാണ്. അതുകൊണ്ട് ക്ഷണേ ക്ഷണേ അശ്വമേധസ്യ ഫലം പ്രാപ്നോതി ഷൺമുഖ ത്രിസപ്തകുലമുദ്ധൃത്യ ശിവലോകേ മഹീയതേ. ഓരോ നിമിഷവും അശ്വമേധം നടത്തുന്ന ഫലം ലഭിക്കും. 21 തലമുറയെ ഉദ്ധരിച്ച് ശിവലോകത്ത് പൂജ്യനായി ഭവിക്കും രുദ്രാക്ഷം ധരിച്ചാൽ എന്നൊക്കെ രുദ്രാക്ഷ മാഹാത്മ്യത്തെ വിസ്തരിച്ച് പറയുന്നു. ഇനി അടുത്ത അധ്യായത്തിലേക്ക് ജപമാലയുടെ വിധാനം മുതലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നിപ്പം നമുക്ക് അനുവദിച്ച സമയമായി 9:15. എന്തെങ്കിലും ചോദ്യമോ പറയണമെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. 5-ാം അധ്യായം മുതൽ നാളെ ഒരു വളരെ വേഗം ഓടിച്ചു പോകാൻ പറ്റുന്ന ഭാഗമാണ്. കാരണം ഈ പറയുന്ന ഓരോന്നിൻ്റെയും വ്യത്യസ്തങ്ങളായ ഗുണങ്ങളും അവയുടെ സ്വഭാവങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ ഭസ്മം ഉണ്ടാക്കുന്ന ക്രമം, ഭസ്മധാരണ വിധി മുതലായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം. ആവശ്യക്കാർക്ക് ഇത് വിസ്തരിച്ച് ഗ്രന്ഥം തന്നെ പഠിക്കാൻ സാധിക്കണം. തൽക്കാലം ഇവിടെ നിർത്താൻ തോന്നുന്നു. നിങ്ങളെ വല്ലാതെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ജപമാലാ വിധാനം തുടങ്ങിയിട്ട് അങ്ങോട്ട് നാളെ പറയാം, ഇല്ലേ? സംഘാടകത്തിൽ ആരാ ഉള്ളത്? തൽക്കാലം ഇവിടെ നിർത്താം അല്ലേ? ആയിക്കോട്ടെ, ശരി. എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ, എന്റെ ഈ പറച്ചിലിൽ വല്ല മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് അതും നിർദ്ദേശിക്കാം. ആചാര്യൻ നമസ്തേ. ലളിതയാണ് ജ്യോതിഷം ക്ലാസ്. ജ്യോതിഷം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ലളിതയാണ്. ഗീതാജിയുടെ നന്നായിരുന്നു. നല്ലതാണ് ആചാര്യൻ, രീതി നല്ലതാണ്. നമുക്ക് പരിചയമുള്ള സ്റ്റൈലാണ്. നന്നായിരുന്നു.
ഈ രുദ്രാക്ഷത്തിനെ പറ്റി ചിലര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചൂടാണ് അപ്പൊ എല്ലാവർക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടത് നന്നായി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ആവാം. സംശയം ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും ഇന്ന് പ്രതിപാദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ ആയിക്കോട്ടെ. അപ്പൊ ഇതില് പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളുടെ ആചാരം എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നതിനാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചിട്ടാണ് അധ്യായത്തെ കൂടുതൽ വിസ്തരിച്ച് പറയേണ്ടി വന്നിട്ടുള്ളത്. കൂടുതൽ പേർക്ക് എത്തിക്കാമായിരുന്നു എനിക്കെന്ന് തോന്നി. പക്ഷെ വേണ്ട വിധം ഷെയർ ചെയ്യാൻ പറ്റിയില്ല. വൈകുന്നേരമായിട്ടാണ് ഷെയർ ചെയ്യാനൊക്കെ പറ്റിയത്. ഇത് നല്ല കാര്യമാണ്. ഇനി വീണ്ടും ഇത് ആചാര്യൻ എടുത്തു തരണം. എന്താന്ന് വെച്ചാൽ പലരിലും ഇത് എത്തിച്ചാൽ നല്ലതാണ്, പലരും ഇത് കേൾക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. നിമിഷ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. നമ്മളുടെ ഇന്നത്തെ ഈ സെഷൻ ഈ പ്രഭാവിച്ചവർക്കും അതുപോലെ പ്രഭാഷകനായി വന്ന വിശ്വാസികൾക്കും നന്ദി അർപ്പിക്കുന്നതാണ്. അതിനായിട്ട് പൂജാപഠനം ബാച്ച് 4 പഠിതാവും TVSRന്റെ ഡയറക്ടറുമായിരുന്നു മനോജ് കുമാർ KP. ശ്രീ മനോജ് സർ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രവും ഈ വൈശാഖ കാലത്ത് നമുക്ക് ദേവി ഭാഗവത്തെ കുറിച്ച് പറഞ്ഞു തരുന്നതിനായി വിവിധ ആചാര്യന്മാരെ നമ്മൾ ക്ഷണിക്കുകയുണ്ടായി. ഇന്ന് 11ാം സ്കന്ധത്തില് നമ്മുടെ ഈ സത്സംഗം ധന്യമാക്കാൻ എത്തിച്ചേർന്ന ബ്രഹ്മശ്രീ നീലമന ഈശ്വരൻ നമ്പൂതിരിയോട് ഞങ്ങളുടെ പേരിൽ, ഈ അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെ പേരിലും TVSRCയുടെ പേരിലും സ്വന്തം പേരിലും അഭേദമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി ഇവിടെ തീരുന്നില്ല. നാളെയും അങ്ങയുടെ പ്രഭാഷണം ഉണ്ട് എന്നറിയാം. കൂടാതെ ഇവിടെ നിന്ന് കോർഡിനേഷൻ നിർവഹിച്ച നിമിഷ കല്ലിൽ, പ്രാർത്ഥന ചൊല്ലിയ ഞങ്ങൾക്കും പ്രിയപ്പെട്ട സംഗീത സുധാമൻ, സ്വാഗതം ആശംസിച്ച അശ്വതി ജയപ്രകാശ് എന്നിവർക്കും ഞങ്ങളുടേതായിട്ടുള്ള അഭേദവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും നാളെയും എല്ലാവരെയും ഈ സത്സംഗത്തിലേക്കായിട്ട് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആ ജയതാംബിയുടെയും ഇന്നത്തെ ആചാര്യന്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം.